ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു CC പ്ലാന്റാണ്. നമുക്കത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഉപയോഗിക്കാം. ഔട്ട്ഡോറായിട്ട് വയ്ക്കുമ്പോൾ നല്ല വെയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അല്ലാതെ നമുക്ക് സാമാന്യം പ്രകാശമുള്ള സ്ഥലങ്ങളിലൊക്കെ വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് സിറ്റൗട്ടിലോ ഹാളിൽ ഒക്കെ വളരെ നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും ഇതിൻ്റെ പരിപാലനം ഒക്കെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഈ കണ്ടില്ലേ, ഈ പ്ലാന്റ് ഇത്തിരി വെയിൽ അടിച്ചപ്പോൾ സംഭവിച്ചതാണിത്. ഈ കളർ മാറി ഇങ്ങനെ വരുന്നത്. ഇത് നല്ല തണലിൽ ഇരുന്ന ചെടിയാണ്. ഇപ്പോൾ നല്ല മണ്ണം തണൽ ആഗ്രഹിക്കുന്ന ഒരു ചെടി തന്നെയാണിത്. എന്നാൽ പ്രകാശമുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇരുന്നുള്ളൂ, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് നടത്താം. ഒന്ന് ലീഫിൽ നിന്ന് എടുക്കാം, പിന്നെ ഒന്ന് ഈ ലീഫിൽ എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് വരുന്ന ഈ ലീഫ്. പിന്നെ നമുക്ക് ഇത് ഒരു ചുവട് മാത്രം പൊളിച്ച് വെച്ചാലും ഇത് വരുന്നതാണ്. പിന്നെ ചെടിച്ചട്ടി നിറഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ കാണുന്ന ഇതുപോലെ ഇതാണ്ടില്ലേ, ഇങ്ങനെ വരുമ്പോൾ ഇതിനെ ഊരിയെടുത്തതിന് ശേഷം ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ചെടിയായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് എളുപ്പമെന്ന് പറയുന്നത് ലീഫ് നിന്ന് വെച്ച് മുളപ്പിക്കുന്നതാണ്. അപ്പോൾ ലീഫ് എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ കാണുന്ന ഇതുണ്ടല്ലേ, ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ഒരു ലീഫ് ഇങ്ങനെ അടർത്തി എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് മുളച്ച് വരും നമുക്ക്. അപ്പോൾ ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നും ഇതാണ്ടില്ലേ, ഇത് കോക്കോപ്പിറ്റും മണലും മാത്രമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിക്സറാണ്. ഞാനത് കവറിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. വീഡിയോ കൂടുതൽ നീണ്ടു പോകണ്ട എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി ഈ ലീഫ് ഈ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ പതിയെ ഇറക്കി ഇങ്ങനെ വയ്ക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അതാണ്ടല്ലേ. ഇനി ഇതിനെ നമ്മൾ നനച്ച് തണലിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച കഴിയുമ്പോൾ വേര് വന്ന് തുടങ്ങും. പക്ഷേ നമുക്ക് ഈ പ്ലാന്റ് മുളച്ച് പുറത്ത് വരണമെങ്കിൽ അതിൽ 1 മാസം കഴിയും. അത് 1.5-2 മാസമെങ്കിലും ആയിക്കഴിഞ്ഞാൽ പ്ലാന്റ് മുകളിലോട്ട് മുളച്ച് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നട്ട ഒരു ലീഫ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്ടല്ലേ, ഇത് ഞാനങ്ങനെ നട്ട് വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇതാണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ബൾബ് ചുവട്ടിൽ ബൾബ് വന്നു, വേര് വന്നിട്ടുണ്ട്. ഇനി എങ്ങനെയായാലും 1 മാസം കഴിയുമ്പോൾ ഇത് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ 2 മാസം കഴിയുമ്പോൾ കൃത്യമായിട്ട് അതിൽ മുളച്ചിങ്ങനെ വരും. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ബൾബ് രൂപാന്തരം പ്രാപിച്ചു. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊരു വലിയ ജോലിയൊന്നുമല്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കട നമ്മളിങ്ങനെ ഒടിച്ചെടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ പൊട്ടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. വേണ്ടില്ലേ, നമുക്ക് കത്തി കൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ ചതഞ്ഞു പോകും. ഇത്ര ഇതാണ്ടില്ലേ, ഇങ്ങനെ നമ്മളിതിനെ വെച്ചാലും നമുക്കത് വരും. അത് നേരത്തെ കാണിച്ച പോലെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ചില ലീഫുകളാണെങ്കിൽ ഇലയൊന്നും കൊഴിയാതെ തന്നെ ഇരുന്ന് വേര് വന്ന് മുളച്ച് വന്നോളും. ചില ലീഫാണെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും, അതായത് ലീഫ് കൊഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഇതാണ്ടില്ലേ, ഇത് കരിഞ്ഞു പോയി, ഇല കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇതാണ്ട് വേര് വന്നു കഴിഞ്ഞു, കണ്ടല്ലേ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്കതിനെ സംരക്ഷിച്ച് വളർത്താം. ഇതും അങ്ങനെ വച്ചിരിക്കുന്നതാണ്. നേരത്തെ ഞാൻ കാണിച്ച ഇതിനെ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സംരക്ഷിക്കാം. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതൽ നമ്മൾ പിന്നെ രാസവളം ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇലപ്പൊടി, കോക്കോപ്പിറ്റ്, ചാണകപ്പൊടി, പിന്നെ മണ്ണ്, മണൽ,
ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചട്ടിയിലോട്ട് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്ടില്ലേ, ഇതുപോലെ ബഞ്ചായിട്ട് മുളച്ച് വരും. ഇതൊക്കെ നമുക്ക് ടേബിളിൻ്റെ പുറത്തൊക്കെ നല്ല നീറ്റായിട്ട് ഈ കപ്പ് വൃത്തിയായി കഴിയുന്നതിന് ശേഷം ഒരു ഡിഷ് വെച്ച് അതിനകത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് അത് അറേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.